ബാലചന്ദ്രനും അലീനയും കൃഷ്ണജയും കൂടി റിസോർട്ടിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ സംഭവിച്ചതിനൊക്കെ നിന്നോട് എല്ലാം മറക്കണമെന്ന് പറയാനേ എനിക്ക് കഴിയുകയുള്ളൂ. എല്ലാം മറക്കാനും ക്ഷമിക്കാനും പാടാണ്. നമുക്കെന്തായാലും ഇതിനെ മനസ്സിൻ്റെ ഒരു കോണിലേക്ക് മാറ്റിയിട്ടേക്കാം. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ സംഭവിച്ചതിനെല്ലാം നീയും കൂടി ഒരു കാരണക്കാരിയാണ്. പിന്നെ നിൻ്റെ മുത്തശ്ശൻ, മനുശങ്കർ എല്ലാവരും ഒരു കാരണക്കാരാണ്. പക്ഷേ ഒന്നും ആരുടെയും തെറ്റല്ല. പിന്നെ എൻ്റെ അവസ്ഥ നിനക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നീ എന്നെ കൂടുതൽ പരിഗണിക്കണം. അതുകൊണ്ട് ഇതുപോലെ എന്നെ ഇട്ടിട്ട് പോകരുത്. എന്നെയും എൻ്റെ മക്കളെയും നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റില്ല മോളെ എന്ന് പറയുന്നു ബാലചന്ദ്രൻ. ഈ കൃഷ്ണജ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ബാലചന്ദ്രൻ കൃഷ്ണജയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ എന്താണ് അലീനയോടൊന്നും സംസാരിക്കാത്തത്? നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നു, എനിക്ക് ഒരു സന്തോഷവും തോന്നുന്നില്ല. വീട്ടിൽ ചെല്ലുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയാകുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. എനിക്ക് സങ്കടം വരുന്നു എന്നൊക്കെ കൃഷ്ണമോൾ പറയുകയാണ്. അടുത്ത് കമലയുടെ വീടാണ് കാണിക്കുന്നത്. മനു ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു എന്നാണ് മനു പറഞ്ഞത്. മനു വീട്ടിലെത്തിയപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞത്. കൊച്ചച്ഛനും ഹരിയും കൂടി പോയി അലീനയെ പുറത്താക്കിയെന്ന് അറിഞ്ഞപ്പോൾ മനു ഞെട്ടിപ്പോയി. അലീനയെ പിടിച്ച് വലിച്ച് ഗേറ്റിന് വെളിയിലാക്കിയെന്നൊക്കെ രാജീവ് പറയുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ അങ്കിൾ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും ചെയ്യാതിരുന്നോ എന്ന് മനു ചോദിച്ചപ്പോൾ രാജീവ് പറഞ്ഞു, ബാലചന്ദ്രൻ കാറുമെടുത്ത് അലീനയെ അന്വേഷിച്ച് പുറകെ പോയിട്ടുണ്ട്. കൃഷ്ണമോളും കൂടെ പോയിട്ടുണ്ട് എന്നൊക്കെ രാജീവ് പറഞ്ഞു. മനുശങ്കർ നന്നായി ദേഷ്യപ്പെടുകയാണ്. ഇതെന്തൊക്കെയാണ് ഈ ചെയ്തു വച്ചേക്കുന്നത്? ചെറിയ ഒരു പ്രശ്നത്തെ ഇത്രയും കോംപ്ലിക്കേഷൻ ആക്കിയല്ലോ എന്നൊക്കെ മനു പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് മനു മുത്തശ്ശിയെ വിളിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി മനുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മനു മുത്തശ്ശിയോടും വഴക്ക് പറയുകയാണ്. എന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഫോൺ അലീനയ്ക്കൊന്ന് കൊടുത്തു വിട്ടിരുന്നെങ്കിൽ ഞാൻ മുത്തശ്ശിക്ക് വേറെ ഫോൺ വാങ്ങി തരുമായിരുന്നല്ലോ. ഇപ്പോൾ അലീനയുടെ ഇടയിൽ ഫോണില്ലല്ലോ. ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കാമായിരുന്നല്ലോ എന്നൊക്കെ മനു പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വൈജ വന്നു. വൈജ മുത്തശ്ശിക്ക് മരുന്നെടുത്ത് കൊടുത്തു. അപ്പോൾ മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ബാലചന്ദ്രൻ വരുമ്പോൾ അലീനയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ വൈജ പറയുകയാണ്, ഞാൻ അവരെ ഇനി വീട്ടിൽ കയറ്റില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നു, പ്രശ്നങ്ങൾ ഇനിയും വഷളാക്കാനാണോ നീ നോക്കുന്നത്? ഇനി ബാലചന്ദ്രൻ തിരികെ വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും വൈജ? നീ തോറ്റു പോകില്ലേ? നിനക്കല്ലേ എല്ലാം നഷ്ടപ്പെടുന്നത്? ഇതൊക്കെ നീ തന്നെ അനുഭവിക്കണ്ടേ എന്നൊക്കെ പറയും. അപ്പോൾ വൈജ പറയും, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വൈജ പറയുകയാണ്. എന്നിട്ട് വൈജ രാജീവിനെ വിളിച്ചിട്ട് ടെൻഷനൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണമോളും കൂടെ പോയിരിക്കുകയാണ്. ഇതുവരെയും കണ്ടില്ലല്ലോ. രാത്രി ഇനി അവരെവിടെ താമസിക്കും? ഇപ്പോൾ 9 മണിയായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാജീവ് ആശ്വസിപ്പിക്കുകയാണ്. അവരിപ്പോൾ തിരിച്ച് അവൾ കാണും, ഇപ്പോൾ തിരിച്ചെത്തും വീട്ടിൽ, നീ വെയിറ്റ് ചെയ്യും, നീ സമാധാനപ്പെടുന്നു, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിൾ തിരിച്ചു വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അലീനയും കൊണ്ടേ അങ്കിൾ തിരിച്ചു വരുള്ളൂ എന്ന് മനു പറയുന്നു. മനു അത് കഴിഞ്ഞിട്ട് മുറിയിൽ പോയിട്ട് രേവതി കുട്ടിയെ വിളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു.